ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വെള്ളം പൊങ്ങുമ്പോൾ എന്നുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും പോലെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റേതെല്ലാം പാട്ടുകളുണ്ട്? ഏതൊക്കെയുണ്ട്? നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, വഞ്ചിപ്പാട്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും മാത്രമല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വെള്ളം പൊങ്ങുമ്പോൾ എന്നതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. ഇശൽ വീണ് ബഹർ തന്നിലവൻ. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന പാട്ടിൻ്റെ ഈണമാണ് ഈ ഒരു പാട്ടിനും ഉള്ളത്. പാട്ട് പാടാൻ ടീച്ചർക്ക് അറിയില്ല, ജസ്റ്റ് വായിച്ചു തരാം. ഉണ്ടനർത്ഥം കേരളം മറ്റു പുരികളെല്ലാം ഉന്നിയാൽ അതിനൊരു കയ്യും കണക്കുമില്ല. വിണ്ടത് കൊണ്ടെൻ്റെ കേരളത്തിൻ്റെ വന്നേ നാശം, വില്ലിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം. കുണ്ടിടിഞ്ഞ് ആളപായം വന്ന് അട്ടപ്പാടി, കൂറുവാൻ കുറ്റ്യാടിയും ജബൽ ഉതിർന്ന് ചാടി. അണ്ടെ പോലെ നാടുകാണി വീണിടഞ്ഞുകൊണ്ടേ അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ടേ. ഉന്നുവാൻ കേക്കൻ മലയിൽ നിന്നു വന്ന പാമ്പ്, ഒഴുകി അങ്ങൊരു മരത്തിന്മേൽ അടിച്ചു പാമ്പ്. പിന്നെ വന്ന് ഊക്കനായൊരു മുതല പൊങ്ങി, വീണൊലിച്ചു പോണ പോത്തും കുട്ടീനെ വിഴുങ്ങി. കൂറുവാൻ കടൽക്കരയ്ക്കുണ്ടായിടേ ഉപദ്രവം, കോപമായി വെള്ളം അടിച്ചു കേറ്റിയിടേ സമുദ്രം. മോറി ഊറ്റിയ വിധം തിരുവിതാംകൂറെല്ലാം മൂടി കൊല്ലത്തും പറയാൻ ഉണ്ടനേകം തൊല്ല. വെള്ളപ്പൊക്കമാല പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയതാണ് ഇത്. അപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഉണ്ടായില്ലേ, അതുപോലെ തന്നെ എന്താണ് ആളഭയം വന്ന് അട്ടപ്പാടിയിൽ ഉണ്ടായതും അതുപോലെ കുറ്റ്യാടിയിൽ സംഭവിച്ചതും, അങ്ങനെ ഓരോരോ കാര്യങ്ങളെ ഒരു ഹാസ്യരൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തേത് ഒത്തുപാടാം എന്നുള്ളതാണ്. ഈ പാട്ട് എല്ലാവരും ചേർന്ന് പാടൂ, താളമിട്ട് പാടുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ക്ലാസ്സിൽ എല്ലാവരും ചേർന്നിട്ട് ഈ പാട്ടൊന്ന് പാടി നോക്കുക. ഇനി അടുത്തത് വരിയും പൊരുളും എന്നുള്ളതാണ്. ഒന്നാമത്തേത് എന്തിനെ കുറിച്ചാണ് പാട്ടിൽ വിവരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഒരു പാട്ടിൽ പറയുന്ന കാര്യങ്ങൾ? കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഭവിച്ച വെള്ളപ്പൊക്കത്തെയും അതിൻ്റെ ഭാഗമായി സംഭവിച്ച നാശനഷ്ടങ്ങളുമാണ് പാട്ടിൽ വിവരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് ഏതെല്ലാം വരികളാണ് കൂടുതൽ രസകരമായി തോന്നിയത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1-2 വരികൾ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു വരി പറഞ്ഞു തരാം. ഏതാണ്? ഉന്നുവാൻ കേക്കൻ മലയിൽ നിന്നു വന്ന പാമ്പ്, ഒഴുകി അങ്ങൊരു മരത്തിന്മേൽ അടിച്ചു കേമ്പ്. കിഴക്കൻ മലയിൽ നിന്നും ഒലിച്ചു വന്ന പാമ്പ് ഒരു മരത്തിൽ ക്യാമ്പ് അടിച്ചു അഥവാ തമ്പടിച്ചു കൂടി എന്ന രസകരമായ വരികളാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്നെഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ തോന്നിയിട്ടുള്ളത് ആ വരി നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടെ എഴുതി ചേർക്കുക. മൂന്നാമത്തെ ചോദ്യം, പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ പാട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്? പ്രകൃതി ദുരന്തങ്ങൾ എത്രത്തോളം മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നുവെന്നും ദുരന്ത സമയത്തെ ഭീതിയും ആശങ്കയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതവുമാണ് ഈ പാട്ടിലൂടെ വ്യക്തമാക്കുന്നത്. കുണ്ടും മലയും ഇടിഞ്ഞ് അട്ടപ്പാടി, കുറുവാൻ, കുറ്റ്യാടി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ദുരിതത്തിലായി. നാടുകാണി മലയിടിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കിഴക്കൻ മലയിൽ നിന്നും ഒഴുക്കിൽപ്പെട്ടുവെന്ന പാമ്പ് കണ്ട ഒരു മരക്കൊമ്പിൽ തമ്പടിച്ചുകൂടി. വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്ന ഒരു പോത്തുംകുട്ടിയെ വലിയൊരു മുതല പിടിച്ചു നിന്നു. കുറുവൻ കടലിൻ്റെ ദേഷ്യം കൊണ്ടുണ്ടായ ഉപദ്രവത്താലാണ് കടൽ വെള്ളമടിച്ചു കയറിയത്. എല്ലാം വൃത്തിയാക്കിയതുപോലെ കൊല്ലവും തിരുവിതാംകൂറും എല്ലാം മാറി. ഈ കാര്യങ്ങളെല്ലാമാണ് ഈ മാപ്പിളപ്പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മാപ്പിളപ്പാട്ടാണ് നമുക്കറിയാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അടുത്ത പ്രവർത്തനം അക്ഷരചന്തമാണ്. അണ്ടേ പോലെ നാടുകാണി വീണുടഞ്ഞുകൊണ്ട് അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ടേ. 2 വരികളിലെയും ആദ്യാക്ഷരവും അവസാനത്തെ അക്ഷരവും ശ്രദ്ധിക്കൂ. പാട്ടിലെ മറ്റു വരികൾ കൂടി പരിശോധിച്ച് അവയുടെ പ്രത്യേകതകൾ കണ്ടെത്താമോ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? അണ്ടേ, കൊണ്ടേ, അങ്ങ്, മുടങ്ങിയിട്ടുണ്ടേ എന്നുള്ളതൊക്കെ അല്ലേ. ഇവിടെ എന്താണ്? ഈ വരികളിൽ ആദ്യാക്ഷരങ്ങൾ ആ എന്ന് പറയുന്ന അനുപ്രാസം 2 വരികളിലും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അക്ഷരങ്ങളുടെ ആവർത്തനത്താൽ പാട്ടിന് ചന്തവും സംഗീതാത്മകതയും ലഭിക്കുന്നു. അക്ഷരചന്തം പാട്ടിനെ താളാത്മകമായ രസം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെയുള്ളത് നോക്കാം. ഇവിടെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടിലെ ചില വരികൾ തന്നിട്ടുണ്ട്. കല്ലോല ജാലം കളിക്കുന്ന കണ്ടു,
കമലമണി നിറയുമടയ കമലമതു കണ്ടു, കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, പൊലിമയൊടു ചടുല ജല വടിവുമതു കണ്ടു, അന്നങ്ങളങ്ങു പറക്കുന്ന കണ്ടു, അനവരതമവരടയുടെ നടനമതു കണ്ടു. കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ കുഞ്ചൻ തമ്പ്യാരുടെ വരികളാണ് ഇവ. നിങ്ങൾ പഠിച്ച മറ്റേതെങ്കിലും കവിതകൾ ഇങ്ങനെ അക്ഷരങ്ങളുടെ ആവർത്തനം വരുന്നുണ്ട്. അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കവിതക്കും പാട്ടിനുമുള്ള മെച്ചം എന്താണ് ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ ആവർത്തനത്തെയാണ് നമ്മൾ അനുപ്രാസം എന്ന് പറയുന്നത്. ഈ കവിതയ്ക്ക് താളം സംഗീതാത്മകതയും നൽകുന്നു. മാത്രമല്ല കവിതയെ കൂടുതൽ ആകർഷകമാക്കുകയും വായനക്കാരൻ്റെ മനസ്സിൽ എളുപ്പത്തിൽ പതിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. പാട്ടുകൾ ഈ പാട്ടുകൾ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ എന്നിവയിൽ ഇത്തരം അക്ഷരങ്ങളുടെ ആവർത്തനം കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള മറ്റൊരു കവിതയാണ് കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചനക്കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴി കോണുകളെ സ്വപ്നം മയങ്ങി, കതിരുതിരം പൂപുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ചങ്ങമ്പുഴയുടെ വരികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വരികളുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം പാട്ടരങ്ങാണ്. മാപ്പിളപ്പാട്ടുകളിൽ പല അനുഭവങ്ങളും കാഴ്ചകളും ജീവിത സന്ദർഭങ്ങളും വിവരിക്കുന്നുണ്ട്. ഇവിടെ മുല്ലപ്പൂ ചോലയിൽ മൂളുന്ന വണ്ടേ, മാനിമ്പം മാനിമ്പം തേനുണ്ട വണ്ടേ മോയിൻകുട്ടി വൈദ്യരുടെ വരികളാണ്. നെൽവയൽ മുത്തിയ കാറ്റുവന്ന് അല്ലല്ലിൽ നിങ്ങളെ തഴുകാറുണ്ടോ, കുഞ്ഞു കിടാങ്ങളും ഭാര്യയും നിങ്ങളുടെ പൊന്നും കിനാവിൽ വന്നെത്താറുണ്ടോ, വേർപ്പുകൾ പൊൻ പണമാക്കിയിടുമ്പോൾ മലയാള മണ്ണിനെ ഓർക്കാറുണ്ടോ, വീർപ്പുകൾ ഓരോന്നും നാട്ടിലെത്താനുള്ള പ്രാർത്ഥന ഉള്ളിൽ നടത്താറുണ്ടോ. പി.ടി. അബ്ദുറഹിമാൻ്റേതാണ്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മാപ്പിളപ്പാട്ടുകൾ ശേഖരിക്കാം. അവ ഉൾപ്പെടുത്തി ക്ലാസ് സർഗവേളയിൽ ഒരു പാട്ടരങ്ങ് നടത്താനാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ നമുക്കറിയാം. ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളും ഓരോ വിഷയങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാർ നല്ല വിഷയങ്ങൾ കുറച്ചെടുത്ത് മാപ്പിളപ്പാട്ട് ശേഖരിച്ചിട്ട് ക്ലാസ്സിൽ ഒരു പാട്ടരങ്ങ് തയ്യാറാക്കുക. അടുത്ത പ്രവർത്തനം എന്തെന്തു പ്രയോഗങ്ങൾ എന്നുള്ളതാണ്. മോരി ഊറ്റിയ വിധം തിരുവിതാംകൂറല്ല. അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ. മോറുക, ഊറ്റുക എന്നിവ നാട്ടുഭാഷാ പദങ്ങളാണ്. ഇതുപോലെ മറ്റു പദങ്ങൾ പാട്ടിലുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? മോറുക, ഊറ്റുക എന്നൊക്കെ പറഞ്ഞാൽ മോറുക എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, കഴുകുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ നാടൻ പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതി വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവയുടെ അർത്ഥവും എഴുതണം. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുഴിമടിയൻ. കുഴിമടിയൻ എന്ന് പറഞ്ഞാൽ വളരെയധികം മടിയുള്ളവനെ പറയുന്നതാണ്. കുതിച്ചുപോയി, നല്ല വേഗത്തിൽ പോകുമ്പോഴാണ് നമ്മൾ കുതിച്ചുപോയി എന്ന് പറയാറുള്ളത്. ഇനി ഇത്തരത്തിലുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ എഴുതി ചേർക്കുക. അവസാനത്തെ പ്രവർത്തനം കുട്ടി ടാക്കീസാണ്. അധ്യാപകരുടെ സഹായത്തോടെ ഹ്രസ്വചിത്രങ്ങൾ സിനിമകൾ ഉൾപ്പെടുത്തി സ്കൂളിൽ ഒരു ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് ക്ലാസ്സിൽ കൂട്ടുകാർ ചെയ്തു നോക്കുക. സ്കൂളിൽ ഒരു സിനിമ കുട്ടി ടാക്കീസ് പോലെ ഉണ്ടാക്കിയിട്ട് അത് ചെയ്തു നോക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. യൂണിറ്റ് 2 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 3 ആണ്. നമ്മുടെ ക്രിസ്മസിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.